வந்துடுறோம் நாங்கள் திருப்பி ஒரு அரை மணி நேரம் கமிச்சு பார்த்தா ஒன்றுமே இல்லைம்மா போனோமா கிடக்குது. என் பிள்ளையும் என் மாப்பிள்ளையும் போயிட்டாருப்பா. அடுத்த மாதம் கல்யாணம். 2 பேருமே போயிட்டாங்க. 2 பேருமே செத்துட்டாங்க. கொண்டு விட்டாட்டுங்களே அப்பா. என்னத்த சொல்றது? 40 பேத்துக்கு வேலை சொல்லி விட்டானே. இன்ஜினியருக்கு படித்த பையன் அநியாயமா போய் சேர்ந்துட்டானே அப்பா. குழந்தை எத்தனை பேர் செத்து போட்டாங்க தெரியுமா? அவ்வளோ வேதனை. அதாவது விஜயை பார்க்கணுங்கிற ஆவலில் குழந்தையை விட்டுட்டு வந்திருக்காங்க. இந்த நெரிசலில் இறந்திருக்காங்க. ஒரு 10,000 பேரை பாதுகாக்க முடியாத விஜய் நான் தமிழ்நாட்டை காப்பாற்றுகிறேன் என்பது இந்த மக்கள் ஏற்றுக்கொள்வார்களா என்பதை நாம் சிந்திக்க வேண்டும். ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറായി തമിഴ്നാടിനെ നടുക്ക് നിർത്തുന്ന കരൂർ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ചർച്ച. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനം, പ്രതീക്ഷിച്ചതിലും 10 മടങ്ങ് ജനക്കൂട്ടം, 40 പേരുടെ ദാരുണമായ മരണം, നിരവധി പേർ ഗുരുതരാവസ്ഥയിൽ. TVK എന്ന പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വലിയ പരീക്ഷണം തന്നെ ഒരു വൻ ദുരന്തമായി മാറിയിരിക്കുകയാണ്. സിനിമയിലെ താരശോഭയുമായി രാഷ്ട്രീയത്തിലേക്കെത്തിയ വിജയ്ക്ക് നേരെ സ്വാഭാവികമായും വലിയ ചോദ്യങ്ങളാണ് ഇന്നുയരുന്നത്. ഒരു തവണ തീരുമാനമെടുത്താൽ എൻ്റെ വാക്ക് പോലും ഞാൻ കേൾക്കില്ല എന്ന വിജയുടെ സിനിമയിലെ തീപ്പൊരി ഡയലോഗ് കയ്യടി നേടിയിട്ടുണ്ട്. എന്നാൽ ജനങ്ങളുടെ ജീവനും സുരക്ഷയും കൈകാര്യം ചെയ്യുമ്പോൾ ഒരു സിനിമയുടെ സെറ്റിൽ കാണിക്കുന്ന മെയ്വഴക്കം പോരാ. കൃത്യമായ ആസൂത്രണവും കരുതലും ഭരണപരമായ മാസ്റ്റർ ബുദ്ധിയുമാണ് വേണ്ടത്. ഇന്ന് തമിഴ്നാട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം ഇതാണ്: ഒരു ചെറിയ റാലി പോലും സുരക്ഷിതമായി സംഘടിപ്പിക്കാൻ കഴിവില്ലാത്ത ഒരാൾക്ക് പതിറ്റാണ്ടുകളുടെ ചരിത്രവും സങ്കീർണമായ വിഷയങ്ങളുമുള്ള തമിഴ്നാട് രാഷ്ട്രീയം എങ്ങനെ ഭരിക്കാൻ കഴിയും? രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി സ്റ്റാലിനും പ്രതിപക്ഷ നേതാക്കളും ഒക്കെ നേരിട്ട് നേതൃത്വം നൽകുമ്പോൾ ദുരന്ത ഭൂമിയിൽ നിന്നും പറന്നുപോയ വിജയ്ക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. TVK പ്രാദേശിക നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു. വിജയെ അറസ്റ്റ് ചെയ്യുമോ എന്ന ചോദ്യം നിലനിൽക്കെ ലിയോയെ ഒരു രാഷ്ട്രീയ രക്തസാക്ഷിയാക്കാതിരിക്കാൻ അതീവ ജാഗ്രതയിലാണ് പോലീസ്. ഇന്നത്തെ ചർച്ചയിൽ സിനിമയും രാഷ്ട്രീയവും തമ്മിലുള്ള അതിർവരമ്പുകൾ എവിടമായിരുന്നു? ജനക്കൂട്ടത്തെ കൈകാര്യം ചെയ്യാനുള്ള ഈ പരാജയം TVKയുടെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ ബാധിക്കും? തമിഴ്നാട് രാഷ്ട്രീയം ഇനി എങ്ങോട്ട്? ഇതൊക്കെ പരിശോധിക്കേണ്ടി വരും. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ V. രഘുപതി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ T. സെന്തിൽവേൽ, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ ലൂക്കോസ് കുര്യാക്കോസ്, ഒപ്പം ചലച്ചിത്ര സംവിധായകനും സാമൂഹ്യ നിരീക്ഷകനുമായ MA നിഷാദ് എന്നിവർ. ഏറ്റവും ആദ്യം ഞാൻ ഡോക്ടർ ശേഖർ ലൂക്കോസ് കുര്യാക്കോസിലേക്ക് പോവുകയാണ്. ഡോക്ടർ ശേഖർ, ഒരു വലിയ ദുരന്തം ആണ്. നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇത്. ലോകത്തെവിടെയാണെങ്കിലും നമുക്ക് അന്യ നാടുമല്ല. കരൂരിലെ ഈ ദുരന്തം ഇപ്പോൾ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ ദുരന്തം എങ്ങനെ സംഭവിച്ചു എന്ന് ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ് ഉത്തരവാദി എന്ന ചോദ്യങ്ങൾ കേൾക്കുന്നു. ഗൂഢാലോചനയുണ്ട് എന്ന പ്രതിരോധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് നമുക്കിതിനെ ശാസ്ത്രീയമായി ഈ അപകടത്തെ ഇപ്പോൾ വിശദീകരിക്കാനാകുക? ഒന്ന്, അവിടെ മരണപ്പെട്ടവരുടെ കുടുംബങ്ങളോട് നമ്മളുടെ എല്ലാവരുടെയും ഐക്യദാർഢ്യം അറിയിക്കുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും വിഷമവും സങ്കടവും അവരോടൊപ്പമുണ്ട് എന്ന് അറിയിക്കുന്നു.
ഇപ്പോൾ നമ്മൾ കാണേണ്ടുന്നത് ഇതിൽ ആരാണ് കുറ്റക്കാരൻ, എന്താണ് അവിടെ സംഭവിച്ചത്, ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ പഠനങ്ങളും അവിടുത്തെ ജുഡീഷ്യൽ സംവിധാനങ്ങളുടെ പരിശോധനയും ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾക്കൊക്കെ ആധികാരികമായി എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുക. എന്താണെങ്കിലും നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അവിടെ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ ഓർക്കേണ്ടുന്നത് തയ്യാറെടുപ്പുകൾക്ക് കുറച്ച് ചിലവ് വരും, പക്ഷെ തയ്യാറെടുത്തില്ലെങ്കിൽ അതിൻ്റെ ചിലവ് ഇതിനേക്കാൾ ഭീകരമായിരിക്കും. അതിൻ്റെ നേർ അനുഭവമാണിത്. ടു പ്രിപ്പയർ ഈസ് കോസ്റ്റ്ലി, ബട്ട് ഇഫ് യു ഡോണ്ട് പ്രിപ്പയർ ഇറ്റ് ഈസ് ഈവൻ കോസ്റ്റ്ലിയർ. അതുകൊണ്ട് തന്നെ ഇത്തരം ഇവൻറ്റുകൾ, ഇത്തരം ആഘോഷ പരിപാടികൾ അല്ലെങ്കിൽ ഇത്തരം രാഷ്ട്രീയ വേദികൾ എല്ലായിടത്തും തന്നെ അവിടെ വരുന്ന ആളുകൾ എങ്ങനെ വരുന്നു, എവിടുന്ന് വരുന്നു, എന്ത് രീതിയിൽ അവർ ഒത്തുചേരുന്നു എന്നത് നിയന്ത്രിക്കാൻ ശേഷിയുള്ള ആളുകൾ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾക്ക് ഒരു സ്ഥലത്തും മോബ് മാനിയയും മോബ് സൈക്കോളജിയും വളരാത്ത രീതിയിൽ വേണം ഇത്തരം ഇവൻറ്റുകൾ കൈകാര്യം ചെയ്യാൻ. അതൊക്കെ നമ്മൾക്ക് കാലങ്ങളായി ഇന്ത്യയിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. 2017 കേരളത്തിൽ നമ്മൾ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്ന് വളരെ വിപുലമായ ഒരു ചിന്ത തന്നെ ദേശീയ തലത്തിൽ നടത്തിയിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ ക്രൗഡ് മാനേജ്മെൻറ്റിൻ്റെ രീതിശാസ്ത്രം എന്തായിരിക്കണം എന്ന മാർഗരേഖ തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് പൊതുസമൂഹത്തിന് ലഭ്യമാണ്. പലപ്പോഴും ഇത്തരം ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നവർ അത്തരം കാര്യങ്ങൾ തമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ആ തമസ്കരണത്തിൻ്റെ ഒരു വലിയ വിലയാണ്, മനുഷ്യ ജീവൻ കൊടുത്തുള്ള വലിയ വിലയാണ് നമ്മൾ കാണുന്നത്. യെസ്, ഞാൻ ഒരു മിനിറ്റ് അതിൽ നിന്ന് എടുക്കുകയാണ്. ഞാൻ അതിൽ വലിയ വശങ്ങളിലേക്ക് പോകേണ്ടതുണ്ടെന്നൊക്കെ എനിക്കറിയാം. നമുക്ക് ആ വശങ്ങളിലേക്കൊക്കെ വരാം. പക്ഷെ അതിനു മുൻപ് ഞാൻ ചലച്ചിത്ര സംവിധായകൻ എം എ നിഷാദിലേക്ക് ഒന്ന് പോകുന്നു. നോക്കൂ, ഡോക്ടർ ശേഖർ കുര്യാക്കോസ് ഇപ്പോൾ പറഞ്ഞത് ദുരന്ത നിവാരണത്തിൽ എന്തുമാത്രം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതെത്രമാത്രം ചിലവുള്ള കാര്യം തന്നെയാണ് എന്നൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തനം വളരെ ലാഘവത്തോടുകൂടി ഒരു സിനിമാ താരത്തിൻ്റെ ഫാൻ ബേസ് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നാണ് എന്ന് കരുതിക്കൊണ്ട് വിജയ് എന്ന നമ്മുടെ നടൻ, പ്രിയപ്പെട്ട നടൻ തന്നെയാണ് അദ്ദേഹം, പക്ഷേ അദ്ദേഹം ഒരു പ്രിയപ്പെട്ട രാഷ്ട്രീയക്കാരനായോ എന്ന് പറയാറായിട്ടില്ല. ആ നിലയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയുടെ റാലിയുടെ കരൂരിലെ ഇന്നലത്തെ സാഹചര്യം ഉണ്ടാക്കിയെടുത്ത 40 ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥ എന്നുള്ളത് നിസ്സാരവൽക്കരിക്കാനാകുമോ? ഇതിന് എന്താണ് ഇപ്പോൾ താങ്കളെപ്പോലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഫ്രറ്റേണിറ്റിയുള്ള ഒരാൾക്ക് പ്രതികരിക്കാനുള്ളത്? തീർച്ചയായിട്ടും ആദ്യമായിട്ട് അകാലത്തിൽ മരണപ്പെട്ടു പോയ 40ഓളം വരുന്ന സാധു ജനങ്ങൾ, അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. താങ്കളുടെ ചോദ്യത്തിൽ നിന്ന് തന്നെ എൻ്റെ ഉത്തരം തുടങ്ങുകയാണ്. വിജയ് ഒരു നല്ല നടനാണ്, നല്ല എൻ്റർടൈനറാണ്, ഒരു നല്ല രാഷ്ട്രീയക്കാരനല്ല എന്ന് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് ഇനിയും ഇതുപോലുള്ള അബ്രപാളികളിൽ കിടന്ന് വിലസുന്ന നടീനടന്മാർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ജനങ്ങളിലേക്ക് എങ്ങനെ ഇറങ്ങിച്ചെല്ലണം, അവരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണണം, അവരിൽ ഒരാളായി നിൽക്കണം, അവരെ മനസ്സിലാക്കണം, അവരോടൊപ്പം തോളോട് ചേർന്ന് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കാനും അവരാവലാതികൾ കേൾക്കാനുമുള്ള സൗമനസ്യമാണ് ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടത്. തീർച്ചയായിട്ടും MGRൻ്റെയോ ജയലളിതയുടെയോ കാലഘട്ടമല്ല, കാലം മാറിയിരിക്കുന്നു, ജനം ഒരുപാട് മാറിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും PR വർക്കിൻ്റെയും കോർപ്പറേറ്റ് സംസ്കാരത്തിൻ്റെയും നടുവിലായി വിജയെ പോലെയുള്ള നടന്മാർ വരുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ താരപരിവേഷം മാത്രം ഫാൻ ബേസ്ഡ് രാഷ്ട്രീയം, ഫാൻ ബേസ്ഡ് പൊളിറ്റിക്സാണ് തമിഴ്നാട്ടിൽ പയറ്റാൻ PVK ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഭരണഘടനയിൽ അധിഷ്ഠിതമായി ജനങ്ങളോടൊപ്പം നിന്ന് തമിഴിൻ്റെ രാഷ്ട്രീയം എന്താണെന്നും തമിഴിൻ്റെ മനസ്സെന്താണെന്നും മനസ്സിലാക്കിയ സംഘടനാ പാഠവുമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഫാൻ ബേസുമായിട്ട് നടക്കുന്ന മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഈ അപകടം നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. ശ്രീലാൽ, ഞാൻ 2 വിമാനയാത്രകളെപ്പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അപകടം നടന്ന സമയത്ത് കൃത്യമായിട്ട് പോലീസിൻ്റെയും ജുഡീഷ്യറിയുടെയും മറ്റുമെല്ലാം അധികാരികളുടെ നിർദ്ദേശമുണ്ടായിരുന്നു, ഇത്ര പേരെ മാത്രമേ അവിടെ പങ്കെടുപ്പിക്കുള്ളൂ. ഏകദേശം 10,000 പേരുടെ കാര്യമാണ്. 1 ലക്ഷത്തോളം അടുപ്പിച്ച ആളുകൾ ഇവിടെ വന്നു.
ഈ 1,00,000-ഓളം ആളുകൾ വരുന്നത് അതെല്ലാം വോട്ടായി മാറുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. കാരണം വിജയ് എന്ന് പറയുന്ന ഒരു നടൻ, ഒരു സൂപ്പർ സ്റ്റാർ, ഞാനുമൊക്കെ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആ നടനെ കാണാൻ വേണ്ടിയാണ് തമിഴിലെ ജനങ്ങളെപ്പോഴും സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്, വൈകാരികമായി പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നുള്ളവരാണ്. അവർ സത്യം പറഞ്ഞാൽ ജീവിതത്തെ നല്ല സംഗീതം കേൾക്കാനും സിനിമയും ഒക്കെ ഒരുപാട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ്. ഞാനൊരു തമിഴ് പടം ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം ആ തമിഴ് മക്കളുടെ മനസ്സെന്താണെന്ന്. അവരെല്ലാത്തിനെയും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നവരാണ്. അവരുടെ എല്ലാമായ താരരാജാവിനെ കാണാൻ വേണ്ടി എല്ലായിടത്തും ആൾക്കൂട്ടമുണ്ടാവും, സ്വാഭാവികമാണ്. ആ ആൾക്കൂട്ടമെല്ലാം വോട്ടായി മാറുമെന്ന് ഈ ഫാൻ ബേസ്ഡ് PVK പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കുന്നത് തന്നെയാണ് തെറ്റ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള 2 യാത്രകളുടെ കാര്യം പറയണം. ഈ അപകടമുണ്ടായ സമയത്ത് തന്നെ വിജയിയുടെ അപൂർവമായ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. സിനിമയിലൊക്കെ പറയാൻ കൊള്ളാം. എന്നപ്പാ നമ്മുടെ ആംബുലൻസിലും നമ്മുടെ കൊടിയിറക്കതാ, നമ്മുടെ ആംബുലൻസിലും നമ്മുടെ കൊടിയിറക്കതാ, അത് പോകുന്ന ആംബുലൻസിലും കൊടിയിറക്കതാ എന്നുള്ള മാസ് ഡയലോഗ് പറയുന്നതോടൊപ്പം തന്നെ കുറച്ച് വഴിമാറി കൊടുക്കൂ, അല്ലെങ്കിൽ തൻ്റെ കാരവനിൽ നിന്ന് കുറച്ച് കുപ്പി വെള്ളം എടുത്ത് എറിഞ്ഞ് ജനങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നതല്ലല്ലോ രാഷ്ട്രീയ പ്രവർത്തനം. ആ വിഷയമുണ്ടായ നിമിഷ നേരങ്ങൾ കൊണ്ട് വിജയ് തിരിച്ച് മദ്രാസിലേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയി ഓടിമറിയുകയാണ്, ഒളിച്ചോടുകയാണ് ചെയ്തത്. അവിടെയാണ് വിദേശ പര്യടനം റദ്ദാക്കിക്കൊണ്ട് ഉദയനിധി സ്റ്റാലിൻ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്റ്റാലിൻ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചത്. വിജയുടെ പ്രസംഗത്തിൽ 10 രൂപ മന്ത്രി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച സെന്തിൽ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി, അവർക്ക് സ്വാതന്ത്ര്യമേകാൻ വേണ്ടി ഈ പറയുന്ന അവരുടെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഹോസ്പിറ്റലിൽ കഴിയുകയാണ് ജനങ്ങൾക്ക് വേണ്ടി. ഇതാണ് ഈ 2 രാഷ്ട്രീയം തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇപ്പം രാഷ്ട്രീയം സംസാരിക്കേണ്ട എന്ന് പറയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. രാഷ്ട്രീയം സംസാരിക്കുക തന്നെ വേണം. തീർച്ചയായിട്ടും കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാറിയ രാഷ്ട്രീയ സംസ്കാരങ്ങൾ പല രീതിയിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളവും തമിഴ്നാടും ഒക്കെ എപ്പോഴും ഒരു വിഭാഗത്തിനെ അകറ്റി നിർത്തുവാണ്, പ്രത്യേകിച്ച് ഫാസിസ്റ്റ് ശക്തികളെ അകറ്റി നിർത്താൻ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന 2 സംസ്ഥാനമാണ് തമിഴ്നാടും കേരളവും. തമിഴ്നാട് എപ്പോഴും ഒരുപടി മുന്നിൽ കൂടി തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, ഒരു തരത്തിൽ പോലും അവിടെ മറ്റൊരു വർഗീയതയുടെ വളക്കൂറുള്ള മണ്ണാക്കി മാറ്റാൻ ദ്രാവിഡ മുന്നേറ്റ കഴകം അല്ലെങ്കിൽ DMK ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ സംസാരിക്കുക. തമിഴിൻ്റെ മനസ്സും അതാണ്. തീർച്ചയായിട്ടും അവിടെ വിജയ്ക്കൊരു പ്രസ്ഥാനം, PVK പോലൊരു പ്രസ്ഥാനം കൊണ്ടുവരുന്നു. ആ പ്രസ്ഥാനം തീർച്ചയായിട്ടും വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആരുടെയെങ്കിലും കുൽസിത ശ്രമത്തിൻ്റെ ഭാഗമാണോ, PR വർക്കിൻ്റെ ഭാഗമാണോ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മുടെ ഏറ്റവും പക്വമായ മറുപടിയാണ് സ്റ്റാലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അദ്ദേഹത്തിനോട് ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചു, നിങ്ങൾ വിജയ്ക്കോ PVKക്കോ അതിൻ്റെ സംഘാടകർക്കെതിരായിട്ടോ നിങ്ങൾ നടപടിയെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊറ്റ കാര്യമുള്ളൂ, അതൊക്കെ പിന്നീട് നമ്മളതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഒരിടത്ത് പോലും വിജയ്യോ PVKയോ കുറ്റപ്പെടുത്താതെ ഈ വിഷയത്തിൽ അടിയന്തരമായ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണ് ആ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആ രാഷ്ട്രീയ നേതാവ് മുന്നോട്ടിറങ്ങിയത്. അത് നമ്മൾ കാണേണ്ട കാര്യമാണ്, അനുകരണീയമായ വിഷയവുമാണ്. ഒരു രാഷ്ട്രീയ നേതാവ് എന്തായിരിക്കണം, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്തായിരിക്കണമെന്ന് അതോടുകൂടി സ്റ്റാലിൻ തെളിയിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മളെപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കി, വിളക്കിൽ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഒരു താരപ്രഭയോടുകൂടി നിൽക്കുന്ന ഒരാളെ കാണാൻ വേണ്ടി ഈ വിളക്ക് കാണുമ്പോൾ ഓടി വരുന്ന ഈയാമ്പാറ്റകളെ പോലെ ഒരുപാട് സാധുജനങ്ങളാണ് അവിടെ കൂടിയത്. കൊച്ചു കുട്ടികൾ മുതൽ 40ഓളം പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. തീർച്ചയായും വെറും ഈയാമ്പാറ്റകളായി മാറി ആ ഈയാമ്പാറ്റകളെ പോലെ തന്നെ അവർ അവിടെ പൊഴിഞ്ഞു വീഴുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഞാൻ MN നിഷാദ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. നമ്മളോടൊപ്പം ഇപ്പോൾ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം ശരിക്ക് പഠിക്കുന്ന, എഴുതുന്ന, ഒരുപാട് ആനുകാലികങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ രഘുപതി, അദ്ദേഹം ഗാന്ധിഗ്രാം റൂറൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു, ഇപ്പോൾ പ്രൊഫസർ എമറിറ്റസ് ആണ്. അദ്ദേഹം നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അത് ഭാഷാപരമായി പ്രേക്ഷകരോട് അദ്ദേഹത്തിൻ്റെ കൂടി സൗകര്യത്തിന് ഇംഗ്ലീഷും കൂടി ചേർത്തായിരിക്കും അദ്ദേഹം സംസാരിക്കുക. ഡോക്ടർ രഘുപതി, വെൽക്കം ടു ദിസ് പ്രോഗ്രാം. As I told to the audience, you have already analyzed the politics of Vijay, the Tamil Vetri Kazhagam, how this is going to succeed in Tamil politics or like that. You have already written about that, I think. But today, or from yesterday itself, now the people are observing that
Now, our panelists are also saying about the immaturity shown by this Vijay and his party. His inexperience is now exposed. How do you feel right now about this party and the leader Vijay? Do you think that his previous momentum will be regained soon? Sir, Vijay is a great entertainer, a good human being, but he is new to politics. அரசியலுக்கு ரொம்ப புதுசு. நிறைய ஃபாலோவர்ஸ் இருக்காங்க. In my estimate, he may able to gain about 14% votes in Tamil Nadu. Great number. He is more popular than Vijay Gant. But yesterday stampede. நேற்று நடந்தது. It's very unfortunate incident. We can't blame public or government for this problem. The program நாமக்கல்ல 8:30 morning 8:30க்கு அரேஞ்ச் பண்ணியிருக்கிறாங்க. But Vijay was in Chennai at 8:30. He came 6 hours late to Namakkal and 7 hours late to Karur. ஆயிரக்கணக்கான மக்களை 8 hours 7 hours அமைதியா வச்சிருக்கிறது கஷ்டம். மார்னிங்ல இருந்து அவங்க சாப்பிட்டிருக்க மாட்டாங்க, தண்ணி குடிச்சிருக்க மாட்டாங்க. It's a big mistake in the part of Vijay. Vijay, still it appears, he is more an actor than a politician. But his popularity is growing. But this incident is a great setback to his progress, I think. Vijay என்ன பண்றாருன்னா challenge, I think, to the next generation of DMK, particularly Udayanithi Stalin. ஜனங்க உதயநிதி ஸ்டாலினா, விஜயா, அண்ணாமலையா அப்படின்னு பார்க்கக்கூடிய காலம் தூரத்துல இல்ல. இந்த எலெக்ஷன்ல இருந்தாலும் நெக்ஸ்ட் எலெக்ஷன்ல விஜய் சஸ்டைன் பண்ணா இஸ் அ குட் காம்படிட்டர் ஃபார் அண்ணாமலை. குட் challenge to the family politics. Tamil Nadu family politics is an issue because Udayanithi Stalin is the third generation politician. அதனால ஜனங்கள் வந்து விஜய் பக்கம் போறதுக்கு வாய்ப்பு இருக்கிறது. So, sir, I would like to intervene at this point. So, you are saying that only since because of the yesterday's incident, DMK is again at the forefront of in the Tamil Nadu politics. Yes, sir. We have to wait for a day. எப்படி இதெல்லாம் ஷேப் ஆகுதுன்னு டுமாரோ தெரிஞ்சிடும். ஒரு ஜுடிஷியல் என்கொயரி போட்டிருக்கிறாங்க. ரிட்டையர்ட் ஜட்ஜ் ஜஸ்டிஸ் அருணா. We will wait for the facts to emerge. But it is a great setback for TVK and Vijay. அவங்களுடைய கேடர் மோஸ்ட்லி ஃபேன்ஸ் வந்து இன்னும் அவங்க பொலிட்டிக்கல் கேடரா மாறலையோ அப்படின்னு சந்தேகமா இருக்கு. நேற்று கரூர்ல அவங்க நிறைய டான்ஸ் ஆடிட்டு இருந்திருக்கிறாங்க, நிறைய என்டர்டைன்மெண்ட், மியூசிக், டான்ஸ். ஒரு தி crowd was little unruly. It appears to be unruly. So ஒரு public may turn against this sort of behavior. Yes, yes. I will come back. Unless they change. Yes, yes, Dr. Okay, sir. Rekupati, I will come back. Now, T. Senthilvelum ഇപ്പോൾ നമ്മളോട് ഒപ്പം ചേർന്നിട്ടുണ്ട്. സീനിയർ ജേർണലിസ്റ്റാണ് അദ്ദേഹം, ടി സെന്തിൽവേൽ. തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ജേർണലിസ്റ്റാണ്. ടി സെന്തിൽവേൽ, വണക്കം. இந்த കരൂർ ഇൻസിഡൻറ്റ് അത് ഒറ്റ ഉത്തരവാദി ഇപ്പോൾ വിജയ് മാത്രമാ?
യെസ് ഓഫ് കോഴ്സ്. പിന്നെ ഞാൻ മലയാളം അറിയില്ല, അതുകൊണ്ട് ഞാൻ തമിഴിൽ എൻ്റെ തമിഴും അങ്ങ് സംസാരിക്കും. ക്ഷമിക്കണം. യാ, ഓക്കെ ശ്രമിക്കണം, நீங்களும் என்ன ശ്രമിക്കണം. ஸோ நோ இஷ்யூ. எனிவே நம்ம இஷ்யூஸை பேசினா ஐ திங்க் ஸோ மக்கள் பீப்புள்ஸ் கேன் அண்டர்ஸ்டாண்ட். ஸோ இங்க ப்ராப்ளம் எஸ், விஜய் இஸ் த ரெஸ்பான்சிபிள் பர்சன். Before that, I would like to say one thing. I feel very ashamed to say this. We are proudly say Tamil Nadu and Kerala are highly educated, but these both states are having a huge number of fans for Vijay. So in the problem என்ன அப்படின்னு கேட்டீங்கன்னா சார், actually he planned for Karur December 13th. கரூர் ப்ரோக்ராம் அவர் பிளான் பண்ணது டிசம்பர் 13th. பட் ரீசன்ட்லி செப்டம்பர் 17th டிஎம்கே அங்க வந்து ஒரு ஒரு மேசிவான ஒரு பப்ளிக் மீட்டிங் அவங்க வந்து அங்க நடத்தினாங்க செப்டம்பர் 17th. ஸோ இங்க தமிழ்நாடு மீடியா அந்த ரெண்டு க்ரௌடையும் லைக் விஜய்க்கு வர்ற க்ரௌட் அண்ட் இன்னொரு பக்கம் வந்து அண்ட் அதர் சைடு டிஎம்கேவோட க்ரௌட், இந்த ரெண்டையும் தே ஆர் கம்பேர். ஸோ கம்பேர் பண்ணி என்ன சொன்னாங்க அப்படின்னா, டிஎம்கே வந்து இன்னும் க்ரௌடு டிஎம்கேவுக்கு இன்னும் அதிகமா வருது கம்பேரிட்லி விஜயை விட. டிஎம்கே காட் மோர் க்ரௌட். அந்த ஒரு இஷ்யூ வரும்போது விஜய் இதை ஒரு பிரஸ்டீஜ் இஷ்யூவாவே எடுத்துக்கிட்டாரு. ஸோ என்ன நடந்துச்சு அப்படின்னு கேட்டீங்கன்னா, டிசம்பர் 13ஆம் தேதி பிளான் பண்ணதை அவர் வந்து இன்னும் கொஞ்சம் ப்ரீபோன் பண்ணி 27ஆம் தேதி கரூர் அப்படின்னு சொல்லி அவருடைய பிளான் அவர் சேஞ்ச் பண்றாரு. 23ஆம் தேதி இந்த மாசம் திஸ் மந்த் 23rd அவங்க வந்து பெர்மிஷன் வாங்குறாங்க. 27th வந்து கரூர்னு சொல்லி ஏர்லியரா எனக்கு முன்னாடி ஐ டோன்ட் நோ விசி சாரி அவர் பேசிட்டு இருந்தாரு. he said exactly நாமக்கல், நாமக்கல்ல நியர் டு திருச்சி, திருச்சியில இருந்து 90 கிலோமீட்டர்ஸ், திருச்சி டு நாமக்கல் 90 கிலோமீட்டர்ஸ், 90 கிலோமீட்டர்ஸ். ஸோ இவர் வந்து நாமக்கல்ல மார்னிங் 8:45 இவர் வந்து he will be there. பட் இவர் சென்னை ஏர்போர்ட்ல 8:50 இருக்கிறார். he reached Trichy airport at 10 o'clock. he reached Namakkal around 2:45. so more than 7 hours people were there. ஸோ அவங்க வந்து டோட்டலி டீஹைட்ரேட் ஆகி, ஏன்னா அவங்களுக்கு வந்து காலையில பிரேக்ஃபாஸ்ட் இல்லை, மத்தியானம் லஞ்ச் இல்லை, தெர் ஆஸ் நோ ட்ரிங்கிங் வாட்டர், எதுவுமே இல்லை. அப்படிங்கும் போது டோட்டலா டீஹைட்ரேட் ஆகி அவங்க வந்து 40 பேர் 40 பீப்புள்ஸ் அங்கே வந்து சீரியஸ் ஆயிட்டாங்க, மயங்கி விழுந்தாங்க. தே ஆர் இன் ஹாஸ்பிட்டல் இன் நாமக்கல். ஐ செட் நாட் கரூர், இன் நாமக்கல் 4 பீப்புள்ஸ் ஆர் சீரியஸ் கண்டிஷன் ஸ்டில் நவ். ஸோ தென் ஹி கேம் டு கரூர். கரூர் வராரு. கரூருக்கு அவருக்கு அலாட் பண்ண டைம் மார்னிங் 12 o'clock, 12 noon. பட் he reached Karur around 7 o'clock. So people are there. நீங்க வந்து they said around 10,000 people when they asked the permission. But or more than 20,000 people were there because of his delay. So அங்கேயும் there was no water, no food. So இது ஒரு பெரிய சிக்கலாகுது. And one more thing, ரொம்ப இதெல்லாம் விஜய் மனப்பூர்வமா டெலிபரேட்டா செய்திருக்க டிஎம்கேயோட ராலியை பொழிக்கிறதுக்கு. நான் அப்படி எஸ் ரேலியா, எஸ் யூ ஆர் ரைட். டிஎம்கேவோட ரேலிக்காக he did that exactly, you are right. டிஎம்கேவோட அந்த ரேலிக்காக பிகாஸ் அவர் ஒரு வார்த்தை சொல்றாரு அந்த 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 பப்ளிக் மீட்டிங்ல. அவரோட பஸ்ஸோட ஹெட்லைட்டை he switched off and switched on. He switched off and switched on. He said, he called our honorable chief minister, chief minister sir, look here, எவ்வளவு கூட்டம் கூட்டியிருக்கிறேன் பாருங்க, எவ்வளவு மக்கள், எவ்வளவு பீப்புள்ஸ், how many peoples are here. ஸோ பாத்தீங்களா என்னோட பெருமையை பாத்தீங்களா, என்னோட க்ரௌட பாத்தீங்களான்னு சொல்லி அங்க பேசுறாருன்னு சொன்னா, அவருடைய ஒன்லி அவருடைய ஏம், அவருடைய நோக்கம் அப்படிங்கிறது அங்க வந்து கூட்டத்தை அதிகமா கூட்டுறது அப்படிங்கிறது மட்டுமாகத்தான் இருந்தது. அதுதான் சிக்கல். அண்ட் ஒன் மோர் திங், ஆம்புலன்ஸ் அங்க பீப்புள்ஸ் ஆர் சஃபரிங், அவங்க வந்து மயங்கி விழுறாங்க. they said some peoples were died when he was speaking. அவர் பேசிட்டு இருக்கும்போது அங்க வந்து சிலர் வந்து இறந்துட்டதா சொல்றாங்க. ஆம்புலன்ஸ் வருது, பீப்புள்ஸ் அவங்களுடைய ஃபேன், விஜய் ஃபேன்
they are attacking ambulance drivers. நீ ஏன் இங்க வந்தேன்னு கேக்குறான். why you came hereன்னு கேக்குறான் ஆம்புலன்ஸ் டிரைவரை. ஸோ அதுக்கு அப்புறம் தான் அவங்கள வந்து போலீஸ் வந்து கண்ட்ரோல் பண்ணி எல்லாரையும் வந்து ஹாஸ்பிட்டல்ல அட்மிட் பண்ணாங்க. ஸோ டாக்டர் சார் அபிஷியல் ரிப்போர்ட் 39 பீப்புள்ஸ் வேர் டெட். எப்போ ஹாஸ்பிட்டல் கொண்டு வரும்போதே அவங்க வந்து இறந்துட்டதாக சொல்றாங்க. ஸோ இன்னைக்கு ஒருத்தர் டோட்டலி 40 பீப்புள். ஸோ he may be a mass hero, but he is not a good politician. இது ஒரு அவருடைய பிரஸ்டீஜ் இஷ்யூக்கு எஸ் we are losing 40 people in எஸ் Tamil Nadu. So, செந்தில்வேல் இப்போ விஜய் தான் என்ன இந்த கோர்ட்டில் போயிருக்கு. நாளை அந்த கேஸ் வருது. அது சிபிஐக்கு இந்த கேஸ் விடணும்னு அவங்க அர்ஜியில் சொல்லியிருக்கு. அது எത്രമാത്രം அங்கே சர்ச்சையாக இருக்கு? அதுக்கு பாசிபிலிட்டி yes, no possible, not possible. இது என்ன அப்படின்னு கேட்டீங்கன்னா, அவரே விஜயே லாஸ்ட் வீக் ஒரு லாஸ்ட் மந்த் ஒரு இங்க ஒரு மீட்டிங் பேசினாரு. இங்க ஒரு லாக்அப் டெத், அஜித் குமார் அப்படிங்கிற ஒரு யூத், அவர் வந்து லாக்அப் டெத்ல ஸோ ஹி இஸ் நோ மோர். இப்போ என்னன்னா, அது அப்ப அவர் பேசுகின்ற பொழுது அவர் ஒன்று சொன்னார், விஜய் சொன்னார், அதற்கு சிபிஐ விசாரணை கேட்டாங்க. ஸோ போலீஸ் இன்வால்வ் ஆயிருக்கிறதுனால தி ஸ்டேட் கவர்மெண்ட் ஆஃப் தமிழ்நாடு அதை வந்து சிபிஐட்ட ஹேண்ட் ஓவர் பண்ணாங்க. அட் தட் டைம் விஜய் கிரிட்டிசைஸ் தமிழ்நாடு சீஃப் மினிஸ்டர் அண்ட் தமிழ்நாடு கவர்மெண்ட். ஒய் யூ ஆர் கிவிங் திஸ் கேஸ் டு சிபிஐ? ஸோ நீங்க வந்து உங்களுக்கு வெக்கமா இல்லையான்னு கேட்டாரு. இப்போ அவர் என்ன சொல்றாரு, அவருடைய ஒரு பப்ளிக் மீட்டிங்ல 40 பேர் இறந்ததை சிபிஐ விசாரிக்கணுங்கிறாரு. ஸோ இது வந்து இட்ஸ் நாட் பாசிபிள். தமிழ்நாடு கவர்மெண்ட் ஒரு சிங்கிள் ஜட்ஜ் பெஞ்ச ஒரு கமிஷனை வந்து சிங்கிள் ஜட்ஜ் கமிஷன் வந்து அவங்க ஹெல்ப் பண்ணறதுக்கு ஆள் இருக்கு கேந்திரத்துல. அது அவங்க தைரியம் தான். எஸ் யூ ஆர் ரைட். அங்க யூனியன் கவர்மெண்ட் எஸ் பேக் பண்றாங்க அவரை விஜய. எஸ் ஹியர் வி ஆர் ஸ்ட்ராங்லி பிலீவ் விஜய் இஸ் ஏ ஆர்எஸ்எஸ் பர்சன். ஸோ ஆர்எஸ்எஸ் ஒன்லி டைரக்ட் ஹிம். அவருடைய ஆர்எஸ்எஸ் ஓட டைரக்ஷன்ல விஜய் இஸ் ஆக்டிங். ஸோ திஸ் இஸ் ஆல்சோ ஏ சினிமா, பொலிட்டிக்கல் சினிமா இஸ் டூயிங் தட் ஒன்லி. ஸோ ரொம்ப கொடுமையான ஒரு தருணமா நினைக்கிறோம். இங்க எத்தனையோ பொலிட்டிஷியன்ஸ் இருந்திருக்கிறாங்க. பொலிட்டிக்கலா வந்து இங்க வந்து நிறைய டிஃபரன்சஸ் ஏதாவது லைக் கேரளா, இங்கேயும் வந்து லாட் ஆஃப் டிஃபரன்சஸ். பட் இது மாதிரி இது வரைக்கும் நடந்ததில்லை, இதுக்கு முன்னாடி நடந்ததில்லை. ரொம்ப ரொம்ப கஷ்டமா இருக்குது, ரொம்ப வேதனையாக இருக்கிறது. Yes. Here one more thing sir. Here ஒரு ஹேஷ்டேக் இங்க வந்து ட்ரெண்ட் ஆகுது. That hashtag is arrest Vijay. You know one thing, நாம இப்ப பேசுற இந்த நிமிடம் வரை till now அவங்களுடைய கேடர்ஸ், அவங்களுடைய செகண்ட் லெவல் லீடர் கேடர்ஸ் ஆர் absconding. They are all switched off their phones. We don't know where they are. So எல்லாருமே வந்து they are absconding. So Vijay yesterday he came to Chennai, he went to his home. But இங்கிருந்து தமிழ்நாடு சீஃப் மினிஸ்டர், honorable chief minister M.K. Stalin went to Karur at yesterday night. So but Vijay came to Chennai, he went to his home. So what kind of person he is? യെസ് സെന്തിൽവേൽ, ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ ആളുകളെല്ലാവരും ഒരു ന്യൂസ് അവർ പറയുന്നത് இதுதான், അതായത് ഇത് അപ്പുറം വിജയ്ക്ക് സിമ്പതിയായിടും இந்த അറസ്റ്റ് ചെയ്താൽ. അതല്ലെങ്കിൽ இந்த ദിവസങ്ങളിൽ இருக்கு எலெக்ஷன் 26 தானே. അപ്പോൾ இது அப்புறம் விஜய்க்கு சிம்பதியாയി மாறும், ஹெல்ப் பண்ணும். அப்படி ஏதாவது டவுட் இருக்கா? Why should we care about that? Here we believe rule of law, right? So he may be a star. எதுவானாலும் இருக்கலாம். இப்போ you know one thing, Allu Arjun was arrested. There was only one death, right? He is also a superstar in his own state, but he was arrested. So இது வந்து அது சிம்பத்தியா வந்து கன்வெர்ட் ஆகுமா இல்லையா? I'm not sure, I don't know.
பட் ரூல் ஆஃப் லான்னு ஒன்று இருக்குது. அது வந்து தன்னுடைய கடமையை, டியூட்டியை, ரைட், அது வந்து செய்யணும். ஸோ போலீஸ் அண்ட் லா வில் டூ தர் டியூட்டி. Yes, but this is Tamil Nadu. Their cinema actor is Vijay is cinema actor. Earlier we know MGR, Jayalalitha, സിനിമാക്കാർ വന്ന് എന്താ ഓഡിയൻസ് അവരുടെ ഫാൻസ് വോട്ടായി മാറിയിച്ച് അത് വീണ്ടും വിജയുടെ എക്സ്പെക്ടേഷൻ അത് നടക്കുമോ, അത് സിമ്പതിയായി മാറുമോ? ഇതാണ് ഈവൻ സ്റ്റാലിൻ താൻ അന്ത പേടിയിൽ താൻ ഇരിക്കുന്നതാണ് ഇങ്ങ എല്ലാവരും சொல்கிறேன். Not possible, impossible, because MGR, yes, of course, MGR, extraordinary person, he is a mass hero, no doubt about that. But he came from DMK. He was in DMK. So Periyar, Anna, Kalanyar, MGR, all leaders were in DMK. So then only he came out and started his own party, ADMK. So totally there are difference from MGR and Vijay. So he just came last year. He just came, Vijay. So before that, he didn't associate with any political party in Tamil Nadu. He doesn't have any political ideas. So he may be he said பெரியாரினோட தலைவர், அம்பேத்கரினுடைய தலைவர், லீடர்ஸ், பட் அவருடைய ஆக்டிவிட்டீஸ் இஸ் நாட் லைக் தட். ஸோ எம்ஜிஆர் இஸ் கம்ப்ளீட்லி டிஃப்ரெண்ட். விஜய் வந்து விஜய் இஸ் நாட் எம்ஜிஆர். விஜயோட டயலாக் வேற, ஆக்ஷன் வேற. Yes, action வேற, dialogue வேற. Exactly right. Yes, I will come back to Dr. Raghupathy and Senthilvel. Please stay. ഡോക്ടർ ശേഖർ കുര്യാക്കോസ്, ഇത് നോക്കൂ, ഇതൊരു ക്രൗഡ്, ഇപ്പോൾ ഇവരിൽ നിന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് അങ്ങും കേട്ടതാണല്ലോ, ക്രൗഡ് ഉണ്ടാക്കിയതാണ് എന്നുള്ളൊരു വേർഷനാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ ചർച്ചയാണ്. സെന്തിൽവേൽ പറഞ്ഞത് ഇതിലെ എന്ത് തരത്തിലുള്ള ഒരു പെർസ്പെക്ഷനാണ് ഇപ്പോൾ ഈ വിജയെക്കുറിച്ച് ഇപ്പോൾ അവിടെ ഉള്ളതെന്നാണ് ഡോക്ടർ രഘുപതിയും നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ ഇതൊരു പൊളിറ്റിക്സിലേക്ക് തങ്ങൾ വിജയിച്ച് മുമ്പിൽ നിൽക്കുന്നു, തങ്ങൾക്കാണ് ശക്തി എന്ന് കാണിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി ക്രൗഡിനെ ഉപയോഗിച്ചതാണ് കണ്ടത്. അത് നമ്മൾ അപ്പോൾ രാഷ്ട്രീയം നോക്കാതെയൊക്കെ ഡിസാസ്റ്റർ എങ്ങനെയാണ് ഇവിടെ വിലയിരുത്തുക? ഇവിടെ രാഷ്ട്രീയം പരിശോധിക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല, ക്രൗഡിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ കാണേണ്ടത്. നോക്കൂ, നമ്മൾക്കും അനുഭവങ്ങളുണ്ട്, നമ്മുടെ നാട്ടിലും പല അനുഭവങ്ങളുണ്ട്. ഈ അവസരത്തിൽ എനിക്ക് കമ്പയർ ചെയ്യാവുന്ന, പ്രൊഫസർ രഘുപതി അത് വ്യക്തമായി പറഞ്ഞു, ഒരു ഇമ്മച്യൂരിറ്റിയുടെ എലമെൻ്റ് ഉണ്ട് നമ്മളുടെ നാട്ടിൽ. വളരെ ഇപ്പോൾ നമ്മൾക്ക് കേരളത്തിൻ്റെ കാര്യം നോക്കിയാൽ അതിൽ, അല്ലെങ്കിൽ ശ്രീ സെന്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കലഞ്ഞരെ കണ്ടാലും, ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ച ആളാണ്, കലഞ്ഞരെയും ജയലളിതയും നേരിട്ട് കാണാനും വളരെ അടുത്ത് കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഇവരുടെയൊക്കെ ഒരു അനുഭവം പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ വലിയ ഒരു പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ പ്രവർത്തിച്ച് വളർന്ന ഒരു അനുഭവ സമ്പത്തുള്ളവരാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപേക്ക് നമ്മൾക്ക് കേരളത്തിലെ ഒരു അനുഭവം കൂടി ഞാൻ പറയാം. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഒരു വേദിയിൽ കുറച്ച് ആളുകളെ ശകാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. കേരളം മുഴുവൻ അത് അദ്ദേഹത്തിനെ മലയും ചെയ്യാൻ ഉപയോഗിച്ചപ്പോൾ ഞങ്ങളെപ്പോലെ ഈ ക്രൗഡിനെ പരിശോധിക്കുന്ന, അതിനെ വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് വലിയൊരു അനുഭവ പാഠമാണ് നൽകിയത്. എന്തുകൊണ്ടാണ് ഒരു മുതിർന്ന നേതാവ് സമൂഹത്തിനെ നിയന്ത്രിക്കേണ്ടുന്നത് എന്നതിൻ്റെ ഉദാത്ത ഉദാഹരണമായിരുന്നത്. നമ്മൾ പലരും അത് വീഡിയോയിൽ പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ വ്യക്തമായി ഇതിങ്ങനെയല്ല, മോബ് മാനിയയും മോബ് സൈക്കോളജിയും ഒരു സ്ഥലത്ത് വളർന്നു വരരുത് എന്ന വ്യക്തമായ നിർദ്ദേശമാണ് അതിൽ നിന്ന് നമ്മൾക്ക് വായിച്ചെടുക്കാവുന്നത്. ഈ അനുഭവങ്ങളുടെ കൂടി വെളിച്ചത്തിലായിരിക്കും നമ്മൾ കാണൂ, കഴിഞ്ഞ ഒരാഴ്ച മുൻപ് നമ്മൾക്ക് ശബരിമലയിൽ വലിയ ഒരു കോൺക്ലേവ് നടക്കുകയുണ്ടായി. ശബരിമലയുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കണം, അതിലേറ്റവും പ്രധാനപ്പെട്ട സെഷൻ കേരളത്തിലെ വളരെ പ്രഗത്ഭനായ DGP ആയ ജേക്കബ് പുന്നൂസ് സർ നേരിട്ട് നടത്തുകയുണ്ടായി. എന്താണ് അവിടെ ചർച്ച ചെയ്തത്? ക്രൗഡ് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്.
നമ്മൾ എത്ര പേരവിടെ വന്നു എന്നത് ആളുകളെല്ലാം ചർച്ച ചെയ്തപ്പോൾ ആരും തന്നെ അവിടെ സംസാരിച്ച ആ തീമിനെക്കുറിച്ച് മുന്നോട്ട് വരാൻ തയ്യാറായില്ല. ശബരിമലയുടെ നമ്മളുടെ ദുരനുഭവങ്ങൾ നമ്മുടെ മുന്നിലില്ലേ. 99-ൽ 54 പേർ, 2011-ൽ 104 പേർ, 2016-ൽ വക്കോളം എത്തി 30 പേരുടെ ഇഞ്ചുറിയിൽ പോയി. നമ്മൾക്ക് പുറ്റിങ്ങലിൻ്റെ അനുഭവമുണ്ട്. ക്യുസാറ്റിൽ ഇപ്പോൾ അടുത്ത കാലത്ത് നടന്ന അനുഭവമുണ്ട്. മലപ്പുറത്തും കോഴിക്കോട് 2022-ൽ നടന്ന ചില ഇവൻറ്റുകളിലെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അവിടെ ക്രൗഡ് മാനേജ്മെൻറ്റ് എന്നത് ശാസ്ത്രീയമായി തന്നെ സമീപിക്കേണ്ടുന്ന ഒരു വിഷയമാണ് എന്നത് കണ്ടതുകൊണ്ടാണ് അത്തരം ഒരു സെമിനാർ അവിടെ ഓർഗനൈസ് ചെയ്യപ്പെട്ടത്. ആളെത്ര വന്നു എന്ന ചർച്ചയിലേക്ക് പോയപ്പോൾ ഈ വിഷയം ആരും കണ്ടില്ല. അപ്പോൾ ഇത്തരം സീസൺഡ് പൊളിറ്റീഷ്യൻസിന് ക്രൗഡിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നറിയാം. 1 ലക്ഷം എന്തിന് 10 ലക്ഷം 15 ലക്ഷം പേർ പങ്കെടുക്കുന്ന മഹാറാലികൾ ഈ രാജ്യത്തും ഈ കേരളത്തിലും സംഭവിച്ചിട്ടില്ലേ? അപ്പോഴും ക്രൗഡിനെ വ്യക്തമായി നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശേഷിയുള്ള ആളുകളുണ്ടായി. അത് ചിലത് ആ പാർട്ടികളിൽ തന്നെയുള്ള ആളുകളുടെ ശേഷിയാണ്. ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ കേരളത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും, റെഡ് ടീഷർട്ട് ഇട്ട സിവിൽ ഡിഫൻസ് ആപദാമിത്ര വോളണ്ടിയർമാർ കേരളത്തിൽ ഏതാണ്ട് 15,000-ഓളം പേരുണ്ട്. അവർ പരിശീലനം, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ കീഴിൽ അവരുടെ പരിശീലനം ലഭിച്ച ആളുകളെ നമ്മൾ ഇത്തരം സ്ഥലങ്ങളിലെല്ലാം ഡിപ്ലോയ് ചെയ്യാറുണ്ട്. അത് മതിയോ എന്ന് ചോദിച്ചാൽ സർക്കാരോ ഓർഗനൈസേഴ്സോ വളരെ വ്യക്തമായി പ്ലാൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ അവിടെ ചെല്ലുന്ന ജനതയും ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യത്തോടു കൂടി തന്നെ പ്രവർത്തിക്കണം. അവിടെ പ്രൊഫസർ രഘുപതി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു അൺറൂളി ക്രൗഡ്, ആ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അവിടെ ഒരു രാഷ്ട്രീയ പ്രസംഗം കേൾക്കാനായി വരുന്ന ആളുകൾ അവിടെ പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു. എന്താണ് ഒരു രാഷ്ട്രീയ ചർച്ച അവിടെ നടക്കാൻ പോകുന്നത് എന്നതിനേക്കാൾ ആഘോഷത്തിൻ്റെ മട്ടിലേക്ക് കാര്യങ്ങൾ മാറുകയും ഇതേ ഡിലേ സമയക്ലിപ്തത പാലിക്കാതിരുന്നത് കൊണ്ടുണ്ടായ ഒരു അവിടെ വന്നു ചേർന്നിട്ടുള്ള ഫറ്റീഗ്, അവരുടെ അസ്വസ്ഥത, അതും അവിടുത്തെ ചൂട്, ഇതെല്ലാം ഘടകങ്ങളാണ്. ഈ ഘടകങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾക്ക് പദ്ധതികൾ തയ്യാറാക്കി ഇത്തരം ഇവൻറ്റുകൾ നടത്തേണ്ടുന്നത്. യെസ്, എം എൻ നിഷാദ് നോക്കൂ, ഇതൊക്കെ അറിയാതെ സംഭവിച്ചാണെന്നല്ല, അതിൻ്റെ നായകൻ ഇപ്പോൾ ചർച്ചയിൽ വരുന്നത് അതാണ്. അതിൻ്റെ നായകൻ, ഇതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന നേതാവ് തന്നെ മനഃപൂർവ്വം വൈകി അവിടെ ക്രൗഡ് ഉണ്ടാക്കുന്നു. ആ ക്രൗഡ് ഉണ്ടാക്കിയത് തന്നെ വേറെ എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ക്രൗഡിനേക്കാൾ ഞങ്ങളുടെ പാർട്ടിക്ക് വലിയ ക്രൗഡുണ്ട്, ആൾ സപ്പോർട്ടുണ്ട് എന്ന് കാണിക്കുക എന്നുള്ളതിന് വേണ്ടി. എന്നിട്ട് അവിടെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ നേരത്തെ താങ്കളും ഒക്കെ സൂചിപ്പിച്ചതുപോലെ അവിടെ നിൽക്കാതെ അതിനെ മാനേജ് ചെയ്യാൻ പറ്റാതെ അദ്ദേഹം പറന്നു പോയപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഒക്കെ പറന്നിറങ്ങിയതാണ് താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. അത് അത്രയും ഇമ്മച്യൂരിറ്റി കാണിച്ചിരിക്കുന്ന ഒരാൾ ഇനി സിമ്പതിയുടെ പേരിൽ അവിടേക്ക് വീണ്ടും വരുമോ എന്നുള്ളതാണ് അടുത്ത ചർച്ച. അപ്പോഴാണ് പുതിയ ഹർജിയുമായി അദ്ദേഹവും ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം വീട്ടിന് പുറത്തിറങ്ങിയിട്ടില്ല, പക്ഷേ കോടതിയിൽ അദ്ദേഹത്തിൻ്റെ ഹർജിയുണ്ട്. അദ്ദേഹത്തിനൊപ്പം ഉപദേശിക്കാൻ ആളുകളില്ല, എക്സ്പീരിയൻസ് ഉള്ള ആളുകളില്ല എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിന് വലിയ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഉപദേശങ്ങൾ ഇവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. ആ കാര്യങ്ങൾ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അത് ഞാൻ ആദ്യം തന്നെ ശ്രീലാൽ ഞാൻ സംസാരിച്ച വിഷയം തന്നെയല്ലേ. ഇതൊക്കെ ഞാൻ രാഷ്ട്രീയം ശരിക്കും ഉറ്റുനോക്കുന്ന ഒരാൾ തന്നെയാണ്. ഞാനൊരു പൊളിറ്റീഷ്യനും കൂടിയാണ്. സിനിമ എന്നെ സംബന്ധിച്ചോളം എന്നും പാഷൻ മാത്രമാണ്. ഇവിടെ വിജയ് എന്നുള്ള ഹീറോ സീറോ ആയി പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. തമിഴിൻ്റെ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമായി ഭയങ്കര അവബോധമുള്ള ഒരു വലിയ സമൂഹമാണ്. തമിഴ് മക്കൾക്കോട് എനിക്ക് ரொம்ப പാസം ഇருக்கு. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ തമിഴ് പടം ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അണ്ണാദുരയും പെരിയാറും എംജിആറും കാമരാജും കരുണാനിധിയുമൊക്കെ ഉഴുതുമറിച്ച മണ്ണിലാണ് ഇത്തരം സെലിബ്രിറ്റികൾ പോയിട്ട് ഷോ കാണിക്കുന്നത്. അതിന് മുമ്പ് പറയേണ്ട വാക്ക് ഞാൻ പറയുന്നില്ല, അത് ശരിയല്ലാത്തതുകൊണ്ട്. അത്തരം ഷോകൾ എല്ലാ സ്ഥലത്തും ഈ നടന്മാർ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാറിയ കാലഘട്ടത്തിൽ പലതരം കാര്യങ്ങളും മണ്ടത്തരം മാത്രം വിളിച്ചു കൂവുന്ന ഇത്തരം വേട്ടാവളിയന്മാർ സത്യം പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ വേണോ വേണ്ടോ നമ്മൾ ആലോചിക്കണം. കാരണം ഇത് തമിഴ്നാട്ടിൽ മാത്രമല്ല, നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ശ്രീ എംജിആറിനെ പോലെ പരിണിതപ്രജ്ഞനായ DMK-യിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി, ശ്രീ കരുണാനിധിയെ പോലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്ന സിനിമാക്കാരെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നില്ല കേട്ടോ. തീർച്ചയായിട്ടും തമിഴിൻ്റെ മനസ്സെന്താണെന്നും തമിഴ് മക്കൾക്ക് എന്താ വേണ്ടതെന്നും അവരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ
പരിഹാരം കാണാൻ പറ്റുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് മാത്രമേ ഉള്ളൂ. സിനിമയിൽ ഒരു 5-6 പേരെ ഒറ്റയടിക്ക് അടിക്കുകയും ഫ്ലൈറ്റ് കൈകൊണ്ട് പിടിക്കുകയും അല്ലെങ്കിൽ 3-4 തോക്കെടുത്ത് 2 വെടിവെക്ക് അതാണ് ജീവിതമെന്ന് ചിന്തിക്കുന്ന ഇവർ പലപ്പോഴും സംഭവിച്ചുകൊണ്ട് പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ കഥാപാത്രങ്ങളിൽ നിന്ന് അവർ ഇറങ്ങിയിട്ടില്ല. വലിയ ഭേദപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ഭേദപ്പെട്ട ഒരു ഭരണം നടക്കുന്ന ഒരു സംസ്ഥാനത്ത് പോയിട്ട് കുറച്ച് നാളായിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കി തലങ്ങനെയും ശ്രീ സ്റ്റാലിനെ ഉൾപ്പെടെയുള്ളവരെ വിമർശിച്ചുകൊണ്ട് അതിൽ എന്തെങ്കിലും കാതലായ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? രണ്ട് തിരഞ്ഞെടുപ്പ് വന്നല്ലോ, മത്സരിച്ചില്ലല്ലോ. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലും മത്സരിക്കില്ല എന്നുണ്ടോ? നിയമസഭയിൽ മത്സരിച്ച് മൂപ്പർക്ക് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ കുറേ ആൾക്കൂട്ടം പുള്ളിയുടെ കയ്യിലുണ്ട്. അതിൽ ഈ PR വർക്ക് വളരെ വലുതാണ്. ഇപ്പോൾ അവർ CBIക്ക് വിടണമെന്നാണ് പറഞ്ഞത്. ഈ CBIക്ക് വിടുന്നത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഇരിക്കുന്ന ആരാണെന്ന് നമുക്കറിയാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അതിൻ്റെ പുറകിലൊരു അജണ്ട ഉണ്ടോ? ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഫാസിസ്റ്റ് ശക്തികളുടെ ഒരു കടന്നുകയറ്റം തമിഴ്നാട്ടിൽ നടത്തിയിട്ട് ജല്ലിക്കെട്ട് ഉൾപ്പെടെ ഓരോ വിഷയങ്ങളും നിങ്ങൾ എടുത്തു നോക്ക്. പക്ഷേ തമിഴ് മക്കൾക്ക് എങ്ങനെ ചെറുത്ത് നിൽക്കണമെന്നറിയാം. ഇവരെയൊക്കെ പടിക്ക് പുറത്ത് നിൽക്കാൻ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. തമിഴിൻ്റെ വികാരം എന്ന് പറഞ്ഞൊന്ന് വേറെയാണ്, അത് നല്ല ചങ്കൂറ്റമുള്ള വികാരമാണ്. അവിടെ ഇത് നടക്കത്തില്ല. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത്? അവിടെ ദ്രാവിഡ മുന്നേറ്റ കഴകം ജനങ്ങളുടെ ഇടയിലേക്ക് ഗ്രാസ് റൂട്ടഡാണ്. AIDMK പോലും ജനങ്ങളിൽ നിന്ന് അകന്നതിൻ്റെ കാരണം എന്താ? അവർ ചില ആളുകളുമായിട്ട് സന്ധി ചേർന്നത് കൊണ്ടല്ലേ. അപ്പോൾ DMKയുടെ വോട്ട് സ്പ്ലിറ്റാക്കാൻ വേണ്ടി വിജയിയെപ്പോലെ താരമൂല്യമുള്ള ഒരാളെ കൊണ്ടുവന്ന് കുറച്ച് വോട്ട് സ്പ്ലിറ്റാക്കിയാൽ അതിലൂടെ അകത്ത് കയറാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അവരാണ് വിജയുടെ പുറകിലെന്ന് പറയാൻ എനിക്ക് യാതൊരു പടിയില്ല. വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ പറയുന്നവരെ പലരെയും തെറി പറഞ്ഞും വിമർശിച്ചുമാണ് പലരുടെയും തുടക്കം. ഈ കൊണ്ടുവരുന്ന ആളുകളൊക്കെ ഉള്ള കെട്ടിച്ചമച്ചുകൊണ്ട് വരുന്ന ആളുകളെല്ലാം പൊളിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു സിമ്പതി രാഷ്ട്രീയമൊന്നുമില്ല. ഒരു ജുഡീഷ്യൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം ഇതിനകത്ത് കുറ്റവാളി വിജയിയാണെങ്കിൽ വിജയി അറസ്റ്റ് ചെയ്യേണ്ടി വരും. അല്ലു അർജുൻ്റെ വിഷയം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. നമ്മുടെ മുതിർന്ന മാധ്യമപ്രവർത്തകർ ശ്രീ സെന്തിൽ വേൽ നമ്മുടെ സൂചിപ്പിച്ചു. അല്ലു അർജുൻ്റെ വിഷയത്തിൽ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തില്ലേ? തമിഴ്നാട്ടിനേക്കാളും കൂടുതൽ സിനിമയെ ആരാധിക്കുന്ന തെലുങ്കന്മാരുടെ നാട്ടിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒറ്റ കാര്യങ്ങളേ ഉള്ളൂ. കേരളം തമിഴ് മക്കൾ തീർച്ചയായിട്ടും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ നിരീക്ഷകനായ പരിണിതപ്രജ്ഞനായ ശ്രീ രഘുപതി സാറും അതോടൊപ്പം തന്നെ ശേഖർ ലൂക്കോസ് സാറും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രീയം കേൾക്കാൻ വേണ്ടി വന്ന കൂട്ടമല്ല. അവിടെ ഡാൻസും പാർട്ടിയും ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സിനിമാ കൂട്ടമാണ്. കാര്യം വിജയ് എന്ന് പറഞ്ഞൊരു എൻ്റർടൈനറെ കാണാൻ ആയിരക്കണക്കിന്. ഇവിടെയാണ് ഞാൻ ശ്രീ അജിത്തിൻ്റെ വാക്കുകൾ ഓർപ്പിക്കുന്നത്. ശ്രീ അജിത്ത് പറഞ്ഞിട്ടുള്ളൊരു നടൻ അജിത്ത്, അജിത്ത്, എൻ്റെ തലയെന്ന് വിളിക്കേണ്ട. യു ക്യാൻ കോൾ മീ അജിത്ത് ഓർ അജിത് കുമാർ. എന്നെ തലയെന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വരുന്നു. നിങ്ങൾ മുടക്കുന്ന ഓരോ പൈസയും എനിക്കും ഈ ഇൻഡസ്ട്രിക്കും വേണ്ടിയുള്ളതാണ്. നിങ്ങൾ സന്തോഷിക്കുക, എൻ്റെ സിനിമ കാണുക, നിങ്ങൾ നിങ്ങളുടെ ജോലിയുമായി മുന്നോട്ട് പോവുക. ഇതാണ് അജിത്ത് പറഞ്ഞത്. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ തമിഴന്മാർക്കുണ്ട്. നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സെന്തിൽ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്ത് സെന്തിൽക്കുണ്ട് എനിക്കൊരു വാർത്ത சொல்லணும். தமிழ் மக்கள் ரொம்ப உசுர் இருக்குது. அவருக்கு என்மேல் அவரோட ரொம்ப பாசம் இருக்குது. தமிழ் மக்கள் அவருக்கு தெரியும் எந்த மாதிரி ചെറുത്തുനിൽപ്പ് വേണമെന്ന് അവർക്ക് നല്ല പോലെ தெரியும். അപ്പോൾ இந்த ആളുകളെയൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നും തമിഴ് മക്കൾ. അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ ഒന്നും വിജയുടെ ഈ PVK ഒന്നും അവിടെ ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല. ഇത് വളരെ വ്യക്തമാണ്. സോ അത് നമ്മളെപ്പോഴും മനസ്സിലാക്കുന്ന തമിഴ് എന്നുള്ള ഒരു വലിയ ഒരു വികാരമുണ്ട്. ആ വികാരത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് തമിഴ് മക്കൾ നിൽക്കുന്നത്. അവർ സംഗീതത്തെ സ്നേഹിക്കുന്നു, അവർ സിനിമയെ സ്നേഹിക്കുന്നു, അവർ നല്ല ഭക്ഷണം കഴിക്കുന്നു. മലയാളി കണ്ടുപിടിക്കേണ്ട ഒരുപാട് വലിയ കാര്യങ്ങളുണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മയുടെ വീട് പുനലൂരാണ്. പുനലൂരിൽ നിന്ന് കയറി പുളിയറ കുറ്റാലത്തേക്ക് പോകുമ്പോൾ ഞാൻ ആദ്യം കേൾക്കുന്നത് SPBയുടെ പാട്ടും ഇളയരാജയുടെ മ്യൂസിക്കുമാണ്. തമിഴിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണത് സംഗീതം എന്ന് പറയുന്നത്. തമിഴിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് സിനിമ എന്ന് പറയുന്നത്. തമിഴിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയം എന്താണെന്ന് തമിഴിനറിയാം. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അവരെ പറ്റിക്കാനൊന്നും പറ്റത്തില്ല.
അവർക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ട്. അത് വേറൊരു അണ്ണാദുരൈ ഉൾപ്പെടെയുള്ളവർ, പെരിയോർ ഉൾപ്പെടെയുള്ളവർ, ശ്രീ കരുണാനിധി ഉൾപ്പെടെ, ശ്രീ MGR ഉൾപ്പെടെയുള്ളവർ ഉഴുതുമറിച്ച മണ്ണിലെന്നാണ് അവർ രാഷ്ട്രീയം കളിക്കുന്നത്. അവരടുത്ത് നമ്മളും വല്ലാതെ ആശ്രയിച്ചു തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. തമിഴ് സിനിമയെ പ്രത്യേകിച്ചും നമുക്കും ഇവിടെ ഫാൻസ് ഉണ്ട്. അതായത് തീർച്ചയായിട്ടും തമിഴിൽ നിന്നാണ് മലയാളം ഉണ്ടായത്. തമിഴും മലയാളവും തമ്മിലുള്ള സ്നേഹബന്ധം അത്രയും വലുതാണ്. ഒരു അതിർത്തി പങ്കുവെക്കുന്നുണ്ടെങ്കിലും തമിഴിനും മലയാളവും തമ്മിലുള്ള ആത്മബന്ധം, സൗഹൃദം അതെപ്പോഴും നല്ലതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തമിഴിനായി ജനിക്കണമെന്ന് വരെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് പോസിറ്റീവായിട്ടാണ് തമിഴ് ജനങ്ങൾ ജീവിതത്തെ കാണുന്നത്. ആ ജീവിതത്തെ കാണുന്ന തമിഴ് ജനങ്ങളുടെ മുന്നിൽ പോയിട്ട് ഇത്തരം ഷോ കാണിച്ചാൽ 40 പേരാണ് മരണപ്പെട്ടത്. 40 പേര് അവിടെ ഇരുന്നു കൊണ്ട് ചുമ്മാ ട്വിറ്ററിൽ ഡയലോഗ് അടിക്കുന്നതല്ല കാര്യം. ഒരു രാഷ്ട്രീയ നേതാവാണെന്നെങ്കിൽ വിജയ് എന്ന് പറഞ്ഞ വിജയുടെ പാർട്ടി നടത്തിയ ഈ പരിപാടിക്ക് മരിച്ചുപോയ 40 പേരെ കാണാൻ ഹോസ്പിറ്റലിൽ നിൽക്കണമായിരുന്നു. ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അയാൾക്ക് മുഖ്യമന്ത്രിയാവണം, അയാൾക്ക് ജയിക്കണം. ഈ പാവപ്പെട്ട സാധുജനങ്ങൾ അയാളെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ അപകടം വന്നിട്ട് പേടിച്ച് തൂറി ഫ്ലൈറ്റ് എടുത്തോണ്ട് മദ്രാസിൽ പോവുകയല്ലേ ചെയ്യേണ്ടത്. യു ഷുഡ് ഗോ ടു ദ ഹോസ്പിറ്റൽ. അവിടെ നിൽക്കണം, അവിടെ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അയാൾ ചെയ്തോ? തമിഴ് മക്കൾ അത് കാണുന്നുണ്ട്. സോ ഒരു ഹീറോ സീറോ ആവുന്ന കാഴ്ചയാണ് ഇത് കാണുന്നത്. വിജയ് ഫാൻസ് എന്നോട് ക്ഷമിക്കണം. ഞാനും വിജയുടെ സിനിമകൾ കാണാറുള്ളതാണ്. അത് സിനിമ മാത്രമാണ്. ജീവിതം എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ഒരു സിനിമാക്കാരനായിട്ട് ഞാനത് പറയുകയാണ്. യാതൊരു മടിയില്ല. ഡോക്ടർ രഘുപതി, നോക്കൂ, ഈ കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ വന്നു. ദർ ഇസ് എ റിമോട്ട് കൺട്രോൾ ബിഹൈൻഡ് വിജയ്, ആസ് യു സെഡ്, and as Nishad and Senthilvel was saying, we observe that there is a remote control behind Vijay, and that is why he is playing this politics against DMK and AADMK, Dravida politics. He want to split the votes, Dravida votes, and who is behind that? That is number 1. Number 2, he is now arguing for CBI coming, handing over this case to CBI. Who will be beneficial then if CBI is coming? Who will help him? These 2 things are leading us to the same point. Do you understand that? But one thing I want to say, the credibility of Vijay has been eroded completely. Now you are asking, is there anyone behind Vijay? Certainly it may be possible, but we don't have any evidence for that. But people say that BJP is behind Vijay, behind Simon, to split the votes of DMK. But however I feel, this particular unfortunate incident may not help any political parties, but it will strengthen the chances of DMK to come power again. Because the credibility of these parties now is under question. Even not only Vijay but also Simon. They are crowd pulling parties, but they are not ready to govern or accountable. So they are disruptive elements. People may easily understand these parties play a disruptive role, and as an outcome, I think most probably DMK may come again to power because credibility of DMK is very high. Regarding CBI inquiry, already Tamil Nadu government has ordered a judicial inquiry under a retired judge, Justice Aruna, so that it will take place. CBI inquiry may not bring any results in the near future. It may take years together. Before that, the elections will be over. So I don't think CBI inquiry will have impact on the election results of 2026 assembly elections in Tamil Nadu. It is a lesson for people of Tamil Nadu. Don't go behind cinema stars. Vijay, I think, is not at all a politician.
He is an entertainer. He lacks the ability or skill required for a politician. Even a politician at ward level, they have a lot of skills and capabilities, which Vijay is lacking. I think um, the credibility of Vijay has gone, and it is very difficult for him to regain that credibility again. Thank you, sir. எஸ் எஸ் ஸ்ரீ செந்தில்வேல், விஜய் இப்போ என்ன சொல்லுறது, அங்கே சென்னையில் அங்கே வீட்டில் தான் இருக்கு அவங்க அந்த மீடியாவோட இந்த இத்தனை நேரமாയിട്ടുம் பேசுகிறதே இல்லை. ட்விட்டரில் தான் എൻ്റെ ഹൃദയത്തിൽ മക്കൾ இருக்கு എന്ന് சொல்லியிருக்கு. அவங்களோட அடுத்த പരിപാടി என்னன்னு ஏதாவது கரூர்லேக்கு அவன் வர போகிறா? Before that, I would like to say one thing. சகா பேசினாரு, தமிழ்நாடும் கேரளாவும் கல்ச்சரலி எப்படி வந்து we are all brothers. So thanks to him. Thanks, comrade. He's a famous director, film director, M.A. Nishad. Yes, Nishad, comrade Nishad. I feel really thank you so much. So I'm joining with you in this debate. So before that, one more thing, sir. I think Sunny Leone, yeah, right? Yeah. He came to Kerala. Huge number of crowd went to see her, right? But I'm sure she will not become a chief minister of Kerala. The same here. Crowd maybe go to see Vijay. He's an actor. She's an actress. So just there's a difference. So crowd is not a issue. So அவரை பார்க்கறதுக்காக போறாங்க as a actor. So அது ஓட்டா மாறாது. We don't know where he is. உங்க கேள்விக்கு பதில் சொல்றேன். Your question. We don't know where he is. Like you, we believe he is in his home in ECR. He has his own bungalow. So yesterday night he came to his bungalow from Karur. So we believe he is in his bungalow, but I'm not sure where he is. But அவர் வந்து வெளியே வரணும். He will come out and speak with people. He should meet press. அவரை சந்திக்கணும், பத்திரிகையாளர்களை சந்திக்கணும், கேள்விகளுக்கு பதில் சொல்லணும். ஸோ அதுதான் வந்து ஒரு லீடர்ஷிப் குவாலிட்டி. பட் இப்போ வரைக்கும் ஸ்டில் நவ் வி டோன்ட் நோ வேர் ஹீ இஸ். அண்ட் ஒன் மோர் திங், நான் ஏற்கனவே சொன்னது தான், ஹிஸ் செகண்ட் லெவல் லீடர்ஸ் லைக் ஹிஸ் ஜெனரல் செக்ரட்டரி, ரைட், புசி ஆனந்த், மிஸ்டர் புசி ஆனந்த், ஹீ இஸ் அப்ஸ்கேண்டிங். ஒன் மோர் கை, ஆதவஜ்னா, ஹீ இஸ் அப்ஸ்கேண்டிங். ஓகே, இங்க வந்து நான் பெயிலபிள் செக்ஷன்ஸ்ல கேசஸ் ஆர் ஃபைல்டு அகேன்ஸ்ட் தம், லைக் புசி ஆனந்த் அண்ட் அதர் கைஸ். ஸோ they are all absconding. Their phones are switched off. So இது எந்த மாதிரி ராஷ்ட்ரிய பார்ட்டி, பொலிட்டிக்கல் பார்ட்டி இது? Absolutely, this is not a political party. This is a registered fans club. Like that only. You treated as a registered fans club. Like that only. So அது ஒரு அரசியல் கட்சி அல்ல, அரசியல் மயப்படுத்தப்படாத, நான் பொலிட்டிகலைஸ்டு. மக்களுக்கு இந்த மாதிரி கிரைசிஸ் வரும்போது அவங்க சுவிட்ச் ஆஃப் பண்ணி எங்கேயோ போயிருக்கு, அப்ஸ்காண்ட் பண்ணியிருக்கு, abscond பண்ணிருக்காங்க. அண்ட் ஒன் மோர் திங், they are doing 30 things like this. Stand with Vijay. How can they are saying like this? Here we are all saying stand with victims. Yes. Stand with Karur victims. Stand with Karur victims. Right? Arrest Vijay. But you cannot say like that. Arrest Vijay. But why you are saying like that? Stand with Vijay. அவர் என்ன, அவருக்கு முடியாம இருக்குதா? he is not well? என்ன, he's okay, he's all right. he is very safe. Police, huge number of police are there because of his safety, right? He is already having ஓய்பிரிவு பாதுகாப்புல உட்கார்ந்து இருக்கிறாரு, ரைட்? யூனியன் கவர்மெண்டோட ப்ரொடெக்ஷன்ல he is very safe, but we are not safe.
അവങ്ങൾക്ക് mean അവങ്ങൾക്ക് Tamil Nadu. വീണ്ടും റാലി നടത്തണം, இந்த சிஎம் ஆகணும், அதுக்கு அவங்க கூட நிற்குங்கோ, இதுதான் அவங்களோட ஆവശ്யம். அது 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 மட்டும்தான் அவங்களுடைய தே ஆர் ஒன்லி, அது மட்டும்தான் அவங்களுடைய நோக்கமா இருக்குது, அது மட்டும்தான் அவங்களுடைய பிளானா இருக்குது. ஸோ இன் அவர் டெமோக்ரஸி யூ ஹேவ் தேர் ரைட்ஸ், நோ இஷ்யூ. பட் அதை வந்து அதுக்கு அது தெர் இஸ் எ ப்ராப்பர் வே ஃபார் தட், ரைட்? அதுக்கு ஒரு வழி இருக்குது. நீங்க வந்து அதுக்கு ஒரு இன் தமிழ் we are having a word like this, அறம், ethic, right? Ethic. You don't have any ethic. ஸோ ரொம்ப வருத்தமா இருக்குது. Yes. ரொம்ப தமிழ்நாடு இதிலிருந்து விரைவில் மீண்டு வரணும். பீப்புள்ஸ் லைக் யூ, கேரளா, யூ ஆர் ஆல்சோ, நீங்க எல்லாம் இந்த உணர்வுகளை புரிந்திருக்கிறீங்க. யூ ஆர் வெல் நோயிங் அபவுட் அவர் ஃபீலிங்ஸ், தமிழ்நாடு பீப்புள்ஸ் ஃபீலிங்ஸ். ஸோ தேங்க்ஸ் for you. Yes, And yes. thank you all. ഡോക്ടർ ശേഖർ ലൂക്കോസ്, നോക്കൂ, നമുക്ക് ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ഭാവിയെക്കുറിച്ചും നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ ചിന്തിക്കുക. നമുക്ക് ഇനിയും അവസരങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഈ കരൂർ നൽകുന്ന പാഠം എന്താണ്? ഒന്ന്, ഇപ്പോൾ നമ്മൾക്ക് ഏറ്റവും അടുത്ത് വരാൻ പോകുന്നത് ശ്രീ മെസ്സിയുടെ സംഘം കേരളത്തിൽ വരുന്നതാണ്. അതിൻ്റെ പ്ലാനിങ്, ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാനിങ് ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. ആസൂത്രണം ചെയ്യുക എന്നുള്ളത് ചിലവുള്ള കാര്യമാണ്. അതിനുവേണ്ടി ഇത്തരം ഇവൻറ്റുകളെ തരണം ചെയ്യാൻ തയ്യാറെടുപ്പുകൾ നടത്തുക എന്നുള്ളത് ചിലവുള്ള കാര്യമാണ്. പക്ഷേ ആ ചിലവിനെ കണ്ടുകൊണ്ട് നമ്മൾ ഇത് ചെയ്യാതിരുന്നാൽ അതിൽ നിന്നുണ്ടാകുന്ന നഷ്ടം ഒരിക്കലും നികത്താൻ പറ്റാത്തതാണ്. ഈ 40 പേരുടെ ജീവൻ ഒരു കാരണവശാലും ആർക്കും തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ഈ അനുഭവം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മളുടെ നാട്ടിൽ ഏതു പരിപാടി, ഏത് തരത്തിലുള്ള പരിപാടി ആര് ഓർഗനൈസ് ചെയ്താലും അവിടെ ഒരു 100 പേരിലധികം വരുന്ന എല്ലാ പരിപാടികളും സംഘടിപ്പിക്കുന്നവർ, അത് ഒരു കല്യാണ പരിപാടിയാണെങ്കിൽ പോലും ആളുകൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് അനുഭവ പാഠം നമ്മൾക്ക് ഉറപ്പിക്കാം ഇതിലൂടെ. യെസ്, ഡോക്ടർ രഘുപതി, വാട്ട് ഈസ് യുവർ പ്രഡിക്ഷൻ അബൌട്ട് TVK and Vijay once more? I guess that DMK will win elections in the assembly in 2026. I want to tell you a point to the audience also. We have to take care of the political aspiration of Generation Z between the age group of 13 to 25, 28. These age groups are dissatisfied with the present political establishment, but present political parties are not able to attract them. So many people try to misuse the Generation Z. So it is the duty of the progressive forces. They have to address the issues faced by this Generation Z. Otherwise, because this Vijay is using that particular age group, so political parties should have a special agenda, particularly progressive political parties, to attract this group and give them a solid agenda for them. That is my viewpoint. യെസ്, ഓക്കെ. എം എ നിഷാദ്, സിനിമയാണ് രാഷ്ട്രീയമാണ് സിനിമ എന്ന് ഒക്കെ ഉള്ളിടത്തും MGRനെയും ജയലളിതയും മാത്രം കണ്ട് പറഞ്ഞിരുന്നിടത്തുനിന്നാണ് വിജയ് ഈ പറയുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ട് വന്നത്. പക്ഷേ അതിനൊരു ഹോൾട്ട് വന്നതുപോലെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അത് ഇനി ആരൊക്കെ മിസ്യൂസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണല്ലോ നമ്മുടെ ചർച്ച. അത് അവസാനിപ്പിക്കുമ്പോൾ ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ, തമിഴ്നാട് സംസ്ഥാന സർക്കാർ, DMKയും ഇതിപ്പോൾ ഡോക്ടർ രഘുപതി പറഞ്ഞതുപോലെ അടുത്ത തലമുറയെ അവിടെ കാത്തിരിക്കുന്ന നേതാവുണ്ട്, ഉദയനിധി സ്റ്റാലിനുമൊക്കെ, അവരൊക്കെ കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുമെന്ന് താങ്കൾ കാണുന്നുണ്ടോ? തീർച്ചയായും ഇതൊരു പാഠവും, വിജയുടെ ഒരു വിഷയം പാഠവും ഉദാഹരണവുമാണ്. എങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് പ്രവർത്തിക്കണം, എങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്നുള്ളത് തമിഴ്നാട് ജനങ്ങൾക്കൊരു ഐ ഓപ്പണിംഗ് ആയി. തീർച്ചയായും വിജയെ കാണാൻ വരുന്ന കൂട്ടമൊന്നും വോട്ടായി മാറുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. വിജയ് കാണാൻ വരുന്നതിൽ ഒരു മിനിമം 60% അയാളുടെ എൻ്റർടൈനറെ കാണാൻ വരുന്നതാണ്. എന്നിരുന്നാലും DMK ശ്രീ രഘു സാറൊക്കെ പറഞ്ഞതുപോലെ
DMK ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോട് തന്നെ DMK വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതൊരു ഈ വിഷയം കൊണ്ട് മാത്രമല്ല, ഞാൻ ആദ്യം മുതൽ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ, സിനിമയിലുള്ള പല സുഹൃത്തുക്കളും വിജയ് അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഒരിക്കലുമില്ല, അങ്ങനെ സംഭവിക്കത്തില്ല. കാരണം വിജയകാന്ത് വന്നിട്ട് പോലും എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. കമൽ ഹാസൻ അദ്ദേഹം വളരെ ശക്തമായ വിജയകലക്ക് വലിയ ഒരു കാലത്ത് പിന്നെ തമിഴിൻ്റെ ഹരമായിരുന്നു കമൽ ഹാസൻ. അദ്ദേഹത്തിന് എന്താ ചെയ്യാൻ പറ്റിയെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയം വേറെ, സിനിമ വേറെ. എന്നാൽ സിനിമാ പ്രവർത്തകർ രാഷ്ട്രീയക്കാരനായിക്കൂടാന്നൊന്നും ഒരു അഭിപ്രായമില്ല. അങ്ങനെ ലിഖിതവുമായ നിയമങ്ങളില്ല. രാഷ്ട്രീയത്തിൽ സിനിമയ്ക്കൊക്കെ ആർക്കും പ്രവർത്തിക്കാം. പക്ഷേ ജനങ്ങളുടെ പൾസ് അറിയുന്നവനായിരിക്കണം യഥാർത്ഥ നേതാവ്. യെസ്, എന്തായാലും വിജയ് സിനിമയിലെ ഒരു ഡയലോഗാണ് ഞാൻ തുടക്കത്തിൽ ഇൻട്രോയിൽ പറഞ്ഞത്. അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞതാണ്. പക്ഷെ അതിന് തമിഴിൽ വിജയ് ഇങ്ങനെ തന്നെയാണ് സിനിമയിൽ പറഞ്ഞത്. ഒരു വാട്ടി മുടിവ് പണ്ടാൽ എൻ പേച്ച ഞാനേ കേൾക്ക മാട്ടേൻ എന്നാണ്. അത് ഇനിയും അതിൽ മുറുകെ പിടിച്ച് ആരാധകരെ കൈയടിപ്പിച്ച് ഈ 39-40 പേരുടെ ജീവന് പകരം ഈ ആവേശം തന്നെ ഉണ്ടാക്കി തമിഴ്നാട് പിടിച്ചടക്കാം എന്ന് വിജയ് ഇനിയും കരുതി മുറിക്കകത്ത് ഒളിച്ചിരുന്നാൽ ഈ കാര്യങ്ങൾക്കൊരു ഉത്തരമാകില്ല. ഇത് രാഷ്ട്രീയമാണ്, ഇത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ അവിടെ 40 ജീവനുകൾ പോയിരിക്കുന്നു. ഒരുപാട് പേർ ആശുപത്രിയിലുണ്ട്. അതടച്ചിരുന്ന് എന്തെങ്കിലും തന്ത്രങ്ങൾ കൊണ്ട് മെനഞ്ഞ് ഉണക്കാൻ പറ്റുന്ന മുറിവല്ല. അതിന് ഇറങ്ങി നടന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇറങ്ങി നടന്ന് പ്രവർത്തിക്കുന്നവർ അതിനുത്തരം കണ്ടെത്തുമ്പോൾ അതിനനുസരിച്ച് നീങ്ങേണ്ടി വരും. വളരെ നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ രഘുപതി, ഒപ്പം സെന്തിൽ വേൽ, MA നിഷാദ്, ഡോക്ടർ ശേഖർ ലൂക്കോസ് കുര്യാക്കോസ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുകയാണ്.